നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താന്നുള്ളതാണ്. ഇത് ഒരു ലവേഴ്സ് ആണെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലുള്ളവരുണ്ടെങ്കിൽ അവർക്ക്, അതും അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിൽ അങ്ങനെയുള്ള എല്ലാവർക്കും മാച്ചിങ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു റീഡിംഗ് എടുക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരുന്നിട്ട് വേണം ഈ ഒരു റീഡിംഗ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് മനസ്സ് കൂളാക്കി ഇരുന്നിട്ട് ഈ ഒരു റീഡിംഗ് കാണാം കേട്ടോ. ഓക്കെ, ഓരോ കാർഡ് ചെയ്തെടുക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ദ ഹെർമിറ്റ് ആണ്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പല കാര്യങ്ങളും നിങ്ങൾ ഇനിയും അറിയാനുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡിൻ്റെ അർത്ഥം. അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളല്ല, അതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഇനിയും ഈ ഒരു പേഴ്സണെ കുറിച്ച് അറിയാനുണ്ട്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ്, അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ശരിക്കും അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്താണ് അവരുടെ ലൈഫിൽ നടക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി അറിയാനുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് അറിയാനുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലോട്ട് ഒരുപാട് വെളിച്ചം വരാനുണ്ട്. ഈ ഒരു പേഴ്സണെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ക്ലിയർ അല്ല എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു അടുപ്പം മാത്രമായിരിക്കാം. അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാനുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. ദ വേൾഡ് കാർഡാണ്. നിങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരെ ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ കുറേ അകന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച്, ഒരു മാറ്റം വരാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആയിട്ട് ഒരു പുതിയ മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള മൊത്തമായിട്ടുള്ള ഒരു ചേഞ്ചിനെ കാണിക്കുന്ന ഒരു കാർഡാണ് ദ വേൾഡ് കാർഡ്. ഓക്കെ, നല്ലൊരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും. ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിട്ട്, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഒരുപാട് ദൂരെയാണ്, ആള് പുറത്ത് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുകയാണെങ്കിൽ ആള് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതായിട്ട്, അങ്ങനെയുള്ളൊരു ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് സോഡ്സ് ആണ്. ഏസ് ഓഫ് സോഡ്സ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ടൊരു ആക്റ്റീവായിട്ടൊരു പുതിയ സ്റ്റെപ്പ് നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ഒന്നും കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതുവരെ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും, നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെങ്കിലും, ഏത് രീതിയിലായിക്കോട്ടെ മുന്നോട്ടൊരു സ്റ്റെപ്പ്, പുതിയതായിട്ടൊരു നീക്കം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. അപ്പോൾ ഒരു നല്ല മാറ്റം, അല്ലെങ്കിൽ നല്ലൊരു ചേഞ്ച്, പുതിയൊരു തീരുമാനം നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നു. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നല്ലതാണ് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് ദ സൺ കാർഡാണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല മാറ്റങ്ങൾ വരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആകാൻ പോകുന്നു. ഈ ഒരു സൂര്യൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ പുതിയൊരു വെളിച്ചം, അല്ലെങ്കിൽ നല്ലൊരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി
ഇരുണ്ട് പിടിച്ചൊരു അന്തരീക്ഷം, അവിടേക്ക് സൂര്യൻ വരുമ്പോഴുണ്ടാവുന്ന ചേഞ്ചസ് എന്തായിരിക്കും? അങ്ങനെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരും. അതായത് നിങ്ങൾ ഇപ്പോൾ അത്രയും തകർന്ന് അല്ലെങ്കിൽ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഒരു ബ്ലെസ്സിങ്സ് പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരും. നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറിയിട്ട് നിങ്ങൾ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ ചിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് ഈ ഒരു സൺ കാർഡ് കാണിക്കുന്നത്. അത്രയും ഒരു മാറ്റം, ഒരു സന്തോഷം, ഒരു പുതിയൊരു എനർജി ഒക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ മനസ്സ് മാറി പുതിയൊരു ചിന്തയോടെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ കൊണ്ടുപോയാൽ പോരാ എന്നുള്ള ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫറുമായിട്ട്, അതായത് അവർ കൊണ്ടുവരുന്ന ഓഫർ എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ച് നിങ്ങളെ കാണാൻ വേണ്ടി, നിങ്ങൾ ഒരുപാട് ദൂരെയാണെങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വരുന്നു. നിങ്ങളുടെ പേഴ്സൺ പുറത്താണ് ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ നാട്ടിൽ വന്ന് നിങ്ങളെ കാണുന്നതായിട്ട്, അത് അവർ ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തരുന്നതായിട്ട്, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അത്രയും ഇഷ്ടത്തോട് സ്നേഹത്തോടെ അവർ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. ഒന്ന് ഷഫിൾ ചെയ്യാം കേട്ടോ. ഇത് 9 ഓഫ് സോഡ്സ് ആണ്. ഈ ഒരു എനർജി കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെ പേടിച്ചിരിക്കുന്നതായിട്ടാണ്, വിഷമിച്ച് പേടിച്ച് അവരെ എന്തോ ഒരു പേടി അല്ലെങ്കിൽ ഒരു ഭയം അവരെ അലട്ടുന്നതായിട്ടാണ്. അത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് അവരുടെ ഫാമിലിയിലുള്ളവരാണെങ്കിൽ, ചിലപ്പോൾ അവരുടെ അച്ഛൻ അമ്മ, അതും അല്ലെങ്കിൽ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ അവരുടെ വൈഫ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ, അങ്ങനെ ആരുമായിക്കോട്ടെ, എന്ത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു പേഴ്സൺ അവരുടെ ലൈഫിലുണ്ട്. അത് കാരണം അവർ ഭയപ്പെടുന്നു. അതും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കാം, അവരുടെ ജോലിയിൽ എന്തെങ്കിലും പ്രഷർ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും അവരെ അലട്ടുന്ന ഒരു കാര്യം അവരുടെ ലൈഫിൽ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് കാരണം അവർ അത്രയും പേടിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എതിർപ്പുകൾ വരുമ്പോൾ അവർക്ക് ഭയമാണ്, മുന്നോട്ട് എങ്ങനെ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്നുള്ള ഭയം അവർക്കുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം, അതും അല്ലെങ്കിൽ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരിക്കാം, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതിൽ നിന്ന് അവരെ വളരെയധികം തടയുന്നുണ്ടായിരിക്കാം, അവർക്ക് അവരുടെ ലൈഫിൽ തടസ്സങ്ങൾ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് കാരണം അവർ പേടിക്കുന്നതായിട്ടാണ്. ഇനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ എന്തായിരിക്കും സിറ്റുവേഷൻ എന്നുള്ള ഒരു ഭയം അല്ലെങ്കിൽ പേടി, ഉറക്കമില്ലാത്തൊരവസ്ഥ, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്യൂൻ ഓഫ് വാൻസ് ആണ്. ഈ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നാണ്. അത് അവരുടെ അമ്മയായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ മറ്റൊരു റിലേഷനിലുള്ള അവരുടെ ഒരു പാർട്ട്ണർ ആയിരിക്കാം. അവർ ഇവരെ കൺട്രോൾ ചെയ്യുന്നു. നിങ്ങളിൽ നിന്നും അവർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അവരെ കൺട്രോൾ ചെയ്യുന്നു. അവരുടെ ഒരു കാര്യത്തിലും അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാതെ ഈ ഒരു പേഴ്സണാണ് അവരെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഇവരുടെ ഒരു കൺട്രോളിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവരെടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ അവിടെ ഒരു ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഒരു ബ്ലാക്ക് പൂച്ച ഇരിക്കുന്നുണ്ടോ, ഒരു ബ്ലാക്ക് മാജിക് എനർജിയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജിയിൽ അവർക്ക് അവരുടെ ഒരു തീരുമാനങ്ങളോ അല്ലെങ്കിൽ അവരുടേതായ ഒരു കാര്യങ്ങളും അവർക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റാതെ അവർ സ്റ്റെക്കായി, അല്ലെങ്കിൽ അവിടുന്ന് അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ട്രാപ്ഡ് ആണ്. അവർക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ,
ഇത് 3 ഓഫ് വാൺസ് ആണ്. ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുള്ളതായിട്ട് കാണുന്നത്. അവർ ഈ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുള്ളത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ കണ്ടോ, ഒരു ഒരു ഫയർ എനർജിയാണിത്. ഈ ഫയർ എനർജി കാണിക്കുന്നത് അവരെടുത്ത തീരുമാനം അത്രയും സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. ആ ഒരു തീരുമാനത്തിൽ അവർക്കൊരു ചേഞ്ചും ഇനി ആർക്കും ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് അവരെടുത്തിട്ടുള്ളത്. അവർ ഈ ഒരു ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇനി എന്നെ ആരും തിരുത്തണ്ട, അല്ലെങ്കിൽ ഞാൻ ഇനി ഈ തീരുമാനമായിട്ടേ മുന്നോട്ട് പോകൂ, എന്നെ തിരുത്താൻ ആരും വരണ്ട എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരുന്നെങ്കിൽ അവർ തിരിച്ചു വരുന്നു. അതുപോലെ അവരുടെ ഫാമിലി ഇഷ്യൂസ് കാരണം നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയതാണെങ്കിൽ അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് അത്രയും ഒരു സ്ട്രോങ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇത് കേട്ടോ. അത്രയും അവർ സ്ട്രെങ്ത്താണ്, അവരുടെ മനസ്സിനൊരു പവർ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ഇവിടെ അവർ ചൂസ് ചെയ്തു. ഇനി അവർ നിങ്ങളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജിയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. 10 ഓഫ് വാൺസ് ആണ് ഈ ഒരു എനർജി കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഭാരങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. അത് അവരുടെ ജോലി സ്ഥലത്തായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലായിക്കോട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, ഒരുപാട് ഭാരങ്ങൾ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. ഇതൊക്കെ അവർ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് കാണിക്കുന്നത്. അവരുടെ ലൈഫിലെ ഈ ഒരു സിറ്റുവേഷൻ, ഈ പ്രതിസന്ധി, ബുദ്ധിമുട്ടുകളൊക്കെ അവർ മറികടന്നിട്ട് വേണം നിങ്ങളുടെ അടുത്തോട്ട് വരാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണ് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, കടമകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്പേസ് നിങ്ങൾ കൊടുക്കുക. അവർ പറയുന്നുണ്ട് ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം, പക്ഷേ എൻ്റെ ഒരു സിറ്റുവേഷൻ കാരണമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണ് അതിനുള്ളൊരു സ്പേസ് നിങ്ങൾ കൊടുക്കണമെന്നാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അവരവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ റെഡിയാക്കി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അവരുടെ ചുറ്റും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും അവരുടെ മൈൻഡിലോട്ട് എടുക്കാതെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുള്ള രീതിയിൽ അവരതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. അത് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങളുമായിട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം എന്നുള്ള ഒരു നിർബന്ധം അവർക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എഫേർട്ട് ഇടുന്നുണ്ട് എന്നാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ, ചിലർക്ക് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് എന്നാണ്. അതായത് എന്താണ് അവർ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവർ കൺഫ്യൂസ്ഡ് ആണ്. എന്ത് തീരുമാനം എടുക്കണം എന്ന് അവർക്കറിയില്ല. എന്താണ് അവർക്ക് ബെറ്റർ, അവരുടെ ലൈഫിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് അവർക്കറിയാത്തൊരു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ടായിരിക്കാം. അവർ ഒരു തീരുമാനം എടുക്കുന്നില്ല, ഒരു കാര്യത്തിനും ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. എന്ത് പറഞ്ഞാലും ഒക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞൊരു സമാധാനിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ താല്പര്യം കാണിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അതിന് കാരണം അവരുടെ ഇമോഷൻസ് ബാലൻസ്ഡ് അല്ല. അവരെന്ത് ഡിസിഷൻ എടുക്കണം എന്ന് അറിയാത്തൊരു സിറ്റുവേഷനുള്ള ഒരു പേഴ്സണാണ്. അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളില്ല, ഒന്നുമില്ല. അവർ തീരുമാനം എടുക്കുന്ന സമയത്ത് അവർ കൺഫ്യൂസ്ഡ് ആണ്. സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവർ ഇല്ലാത്തൊരു പേഴ്സൺ ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ബോട്ടം എനർജി വന്നിട്ടുള്ളത് കിങ് ഓഫ് സോർഡ്സ് ആണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു എന്താ പറയുക, കുറച്ച് പിണങ്ങി, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി
എങ്കിൽ അവർ നിങ്ങളിലേക്ക് അവരായിട്ട് വരാൻ അവർക്ക് കുറച്ച് ഈഗോ ഉള്ള പേഴ്സൺ ആണ്. അവർ പെട്ടെന്ന് നിങ്ങളിലേക്ക് അങ്ങനെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാൻ സാധ്യത കുറവാണ്. കാരണം അവർ അത്രയും ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്നതിന് അവർക്കൊരു മടിയുണ്ട്. അവരുടെ ഈഗോ ഹേർട്ട് ആവും എന്നുള്ള ഒരു വിഷമം അവർക്കുണ്ട്. അത് കാരണം അവരായിട്ട് ഇങ്ങോട്ട് വരാൻ ചാൻസസ് കുറവാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. സെപ്റ്റംബർ, മകം, ലെറ്റർ പി, ലെറ്റർ വൈ, അശ്വതി, ഭരണി, ലെറ്റർ ജി, തൃക്കേട്ട, 1990. അപ്പോൾ ഇന്നലെ ഫുൾ മൂൺ ആയിരുന്നു. ഇന്നും കൂടി ആ ഒരു എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. യൂണിവേഴ്സിനോട് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ താങ്ക് യു പറയുക. നിങ്ങളുടെ ലൈഫിലെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ദിവസം നിങ്ങൾ അങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇന്ന് വിളിച്ചു, പക്ഷേ അധികം ഒന്നും സംസാരിച്ചിട്ടില്ല. നിങ്ങൾ തമ്മിൽ പഴയ പോലെ ആ ഒരു സ്നേഹമോ ഫീലിങ്സോ ഒന്നും നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. പക്ഷേ വിളിച്ചിട്ടുണ്ട്. വിളിക്കുന്ന കോൾ വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷം ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം ഫീൽ ചെയ്തതിന് നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയാം. എൻ്റെ പേഴ്സൺ വിളിച്ചു, എന്നോട് സ്നേഹത്തോട് സംസാരിച്ചു, അതിനൊക്കെ നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. അങ്ങനെ നിങ്ങൾ ഓരോ സന്തോഷത്തിനും താങ്ക് യു പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഇരട്ടിയായിട്ട് സന്തോഷം വരും. ഓക്കെ, അപ്പോൾ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇത് ഒരു ലവേഴ്സ് ആണെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലുള്ളവരുണ്ടെങ്കിൽ അവർക്ക്, അതല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിൽ അങ്ങനെയുള്ള എല്ലാവർക്കും മാച്ചിങ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു റീഡിംഗ് എടുക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരുന്നിട്ട് വേണം ഈ ഒരു റീഡിങ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ പോസിറ്റീവായിട്ടിരുന്നിട്ട് മനസ്സ് കൂളാക്കിയിരുന്നിട്ട് ഈ ഒരു റീഡിങ് കാണാം കേട്ടോ. ഓക്കെ, ഓരോ കാർഡ് ചെയ്തെടുക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ദ ഹെർമിറ്റ് ആണ്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പല കാര്യങ്ങളും നിങ്ങൾ ഇനിയും അറിയാനുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡിൻ്റെ അർത്ഥം. അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളല്ല, അതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഇനിയും ഈ ഒരു പേഴ്സണെ കുറിച്ച് അറിയാനുണ്ട്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ്, അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ശരിക്കും അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്താണ് അവരുടെ ലൈഫിൽ നടക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി അറിയാനുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് അറിയാനുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലോട്ട് ഒരുപാട് വെളിച്ചം വരാനുണ്ട്. ഈ ഒരു പേഴ്സണെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ക്ലിയർ അല്ല എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് തമ്മിലൊരു സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു അടുപ്പം മാത്രമായിരിക്കാം. അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാനുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. ദ വേൾഡ് കാർഡാണ്.
നിങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരെ ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ കുറേ അകന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച്, ഒരു മാറ്റം വരാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആയിട്ട് ഒരു പുതിയ മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള മൊത്തമായിട്ടുള്ള ഒരു ചേഞ്ചിനെ കാണിക്കുന്ന ഒരു കാർഡാണ് ദ വേൾഡ് കാർഡ്. ഓക്കെ, നല്ലൊരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും. ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിട്ട്, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഒരുപാട് ദൂരെയാണ്, ആള് പുറത്ത് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുകയാണെങ്കിൽ ആൾ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതായിട്ട്, അങ്ങനെയുള്ളൊരു ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് സോഡ്സ് ആണ്. ഏസ് ഓഫ് സോഡ്സ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ടൊരു സ്റ്റെപ്പ് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ഒന്നും കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതുവരെ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെങ്കിലും ഏത് രീതിയിലായിക്കോട്ടെ മുന്നോട്ടൊരു സ്റ്റെപ്പ്, പുതിയതായിട്ടൊരു നീക്കം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. അപ്പോൾ ഒരു നല്ല മാറ്റം അല്ലെങ്കിൽ നല്ലൊരു ചേഞ്ച്, പുതിയൊരു തീരുമാനം നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നു. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നല്ലതാണ് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് ദ സൺ കാർഡാണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല മാറ്റങ്ങൾ വരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആകാൻ പോകുന്നു. ഈ ഒരു സൂര്യൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു വെളിച്ചം അല്ലെങ്കിൽ ഒരു നല്ലൊരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി ഇപ്പോൾ ഒരു ഇരുണ്ട് പിടിച്ചൊരു അന്തരീക്ഷം, അവിടേക്ക് സൂര്യൻ വരുമ്പോഴുണ്ടാവുന്ന ചേഞ്ചസ് എന്തായിരിക്കും? അങ്ങനെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരും. അതായത് നിങ്ങൾ ഇപ്പോൾ അത്രയും തകർന്ന് അല്ലെങ്കിൽ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഒരു ബ്ലെസ്സിങ്സ് പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരും. നിങ്ങളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറിയിട്ട് നിങ്ങൾ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ ചിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് ഈ ഒരു സൺ കാർഡ് കാണിക്കുന്നത്. അത്രയും ഒരു മാറ്റം, ഒരു സന്തോഷം, ഒരു പുതിയൊരു എനർജി ഒക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ മനസ്സ് മാറി പുതിയൊരു ചിന്തയോടെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ കൊണ്ടുപോയാൽ പോരാ എന്നുള്ള ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫറുമായിട്ട്, അതായത് അവർ കൊണ്ടുവരുന്ന ഓഫർ എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ